പണ്ട് നമ്മൾ കേൾക്കുന്നതിൻ്റെ പകുതി പോലും ഇപ്പം നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ഞാൻ ആ സമയത്ത് സിനിമയിൽ വരുന്ന സമയത്ത് ഒരു സിനിമയിലേക്കൊരു കുട്ടി പോകുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ പലതരത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു കുട്ടിയും സിനിമയിൽ വരുമ്പോൾ ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എല്ലാവരും സിനിമയിൽ പോകുന്നതാണ് പറയണത്. ഇപ്പം റീൽസ് കണ്ടും മറ്റത് കണ്ടും മറിച്ചത് കണ്ടും ഒക്കെ ആൾക്കാർ അത് മനസ്സിലാക്കി, ഓക്കെ ഇതാണ് സംഭവം ഇങ്ങനെയാണെന്നുള്ളത് ആൾക്കാർ പലതും അറിയാത്തവരും അത് മനസ്സിലാക്കിയിട്ട് ഓക്കെ ഇതിൻ്റെ ഏറ്റവും എൻ്റെന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പം പോകൂ എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിച്ച് എല്ലാവരും വിടുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ അന്ന് ചിന്തിച്ച പോലത്തെ കുടം കെട്ടലും ആൾക്കാരുടെ വായടപ്പിക്കലും ഒക്കെ ഇപ്പം ആൾക്കാർക്ക് ആവശ്യമുണ്ടോയെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. കാരണം ആ സമയത്ത് ഞാനൊക്കെ വന്ന സമയത്ത് വളരെ വിഷമം തോന്നുന്ന രീതിയിലൊക്കെ പല കാര്യങ്ങളും ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കിത് ആരെടുത്താൽ പറയാൻ അറിയില്ല. ഇപ്പം എൻ്റെ ഇപ്പോൾ കൂട്ടുകാരൊക്കെ ആണെങ്കിലും അവരവിടെയുള്ളവരാണ്, അവർക്ക് ഇതിനകത്ത് എങ്ങനെയാണ് എന്നെ ആശ്വസിപ്പിക്കാമെന്ന് അറിയില്ല. മേ ബി അവരും എന്നെ കുറ്റം പറയുന്നതിലുണ്ടാവും. അപ്പോൾ എനിക്ക് അന്നും ഇന്നും ഇപ്പം ഉള്ള കുറേ ഫ്രണ്ട്സ് അന്ന് എൻ്റെ കൂടെ ആയിട്ടില്ല, അതിന് ശേഷം വന്ന ആൾക്കാരാണ് കുറേ ആൾക്കാർ. മേ ബി അവരുണ്ടായിരുന്നെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയാണ്. അപ്പോൾ അന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരാൾ ലാൽ ജോസ് സാറാണ്. രാത്രി ഒരു 8 മണി 9 മണിയാകുമ്പം എൻ്റെ കോൾ ചെല്ലുന്നുണ്ടെങ്കിൽ സാറിന് ഉറപ്പാണ് ഞാൻ കരയാൻ വേണ്ടി വിളിക്കുകയാണ് എന്നുള്ളത്. കാരണം എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കരയണമല്ലോ. വീടിൻ്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും അയ്യോ ഇത്ര സങ്കടമാണെങ്കിൽ നീ ഇനി പോകണ്ടെന്ന് പറയും. അപ്പം എൻ്റെ വീടിൻ്റെ ബാക്കിലൊരു അലക്കുകല്ലുണ്ട്, അതാണ് എൻ്റെ സങ്കടം മാറ്റുന്ന സ്ഥലം, സങ്കടം മാറ്റുന്ന കല്ലെന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ബാക്കിൽ ഡോർ അടച്ചിട്ട് ഞാൻ വിളിക്കും, എനിക്ക് സംസാരിക്കണം സാർ, എന്നോടൊന്ന് സംസാരിക്കൂ, ഇങ്ങനെയാണ് പറയണേ അങ്ങനെയാണ് പറയുന്നതെന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമാണ്, 1000 കുടത്തിൻ്റെ വാ വേണമെങ്കിൽ നമുക്കിരുന്ന് കുറച്ച് കഷ്ടപ്പെട്ടാൽ കെട്ടാം, പക്ഷെ എങ്ങനെയാണ് മനുഷ്യൻ്റെ ഇത് കെട്ടാൻ പറ്റുക? അപ്പം നീ വെയിറ്റ് ചെയ്യ്, നീ തുടങ്ങിയിട്ടല്ല ഉള്ളൂ, നീ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ നിൻ്റെ ഫാമിലിയാണ്, നിൻ്റെ റിലേറ്റീവാണ് എന്ന് പറയുന്നൊരു കാലം വരും. സത്യമാണത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരുപാട് ബന്ധുക്കളുണ്ട് ഇപ്പോൾ. അതും ഈ പറയണ പോലെ ഈശ്വര അനുഗ്രഹമായിട്ട് കാണുന്നു. സാർ അന്ന് പറഞ്ഞ വാക്കുകൾ എത്ര സത്യമായിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇപ്പോൾ ആരും കുറ്റം പറയാറില്ല, സുഹൃത്താണെന്നാണ് പറയുക. ഞാൻ നാട്ടുകാരിയാണെന്ന് പറയുന്നതിൽ അവർക്ക് അവർ പ്രൗഡാണ്. അപ്പോൾ അത് എനിക്കും സന്തോഷമാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയും, നാട്ടിലൊരു പ്രോഗ്രാമൊക്കെ വെച്ചപ്പോഴും ഞാൻ പറഞ്ഞു, പക്ഷേ നിങ്ങളിപ്പോൾ എന്നെ സ്വീകരിച്ചു, എന്നാലും ഒരാൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടത് അവരുടെ തുടക്ക സമയത്താണ്. ഒരാൾ ഒരു ജോലിയിലേക്കാണെങ്കിലും ഒരു പ്രൊഫഷനാണെങ്കിലും ഒരു കരിയർ ആണെങ്കിലും എവിടെയാണോ അവരൊന്ന് കാലെടുത്ത് വെക്കുമ്പോൾ അപ്പോഴാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുന്നു പറയേണ്ടത്. അല്ലാണ്ട് ആ സമയത്ത് നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് സ്വീകരിക്കുന്ന ആക്ട് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും എൻ്റെ നാട്ടിൽ പറഞ്ഞിട്ടുമുണ്ട്.